Okay, so hi everyone. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്യൂ പ്രൊവൈഡ് ചെയ്യുന്ന DHIC ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജി ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സൈക്കോളജിയിൽ തന്നെ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. പേഴ്സണാലിറ്റി എന്ന വാക്ക് ലാറ്റിൻ വേർഡായ പേഴ്സോണയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. പേഴ്സോണയുടെ മീനിങ് മാസ്ക് എന്നാണ്. സോ പേഴ്സോണ എന്ന വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്നുള്ള വാക്ക് ഒറിജിനേറ്റ് ഉണ്ടായത്. സോ സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ സെറ്റ് ഓഫ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഓരോ മനുഷ്യന്മാരെയും ഈ യുണീക്ക് ആക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ തോട്ട്സ് ആകാം, നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഫീലിങ്സും, പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതും, അതൊക്കെയാണ് ഓരോ ആൾക്കാരെയും എന്ത് ചെയ്യുന്നത്, യുണീക്ക് ആക്കുന്നത്. സോ അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷൻ ആണ് പേഴ്സണാലിറ്റി, ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് ബോത്ത് ഫിസിക്കലായിട്ടും അതേപോലെ തന്നെ മെന്റൽ ട്രേറ്റ്സും അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അത് നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പം പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. അതിൽ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഗോർഡൻ W. ആൽപോർട്ടിന്റെ ഡെഫിനേഷൻ ആണ്. സോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, personality is the dynamic organization within an individual of those psychological systems that determine his unique adjustment to its environment. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ്. സോ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവുന്നത്, അതായത് സ്റ്റേബിൾ അല്ലാതെ ചേഞ്ച് ആവുന്ന ഒരു സാധനമാണ് ഡൈനാമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പം നമ്മുടെ ഇത് നേരത്തെ പറഞ്ഞത് നമ്മുടെ തോട്ട്സും ഫീലിങ്സും ഹാബിറ്റ്സും ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ സിസ്റ്റംസ് ഒക്കെ നമ്മുടെ ചുറ്റുപാടുമായിട്ട്, നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്കായിട്ട്, അതായത് യുണീക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഇതിന് സഹായിക്കുന്ന, അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സൈക്കോളജിക്കൽ സിസ്റ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സിൽ വരുന്നത് യുണീക്ക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ്. അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഓരോരുത്തർക്കും ഉള്ളത്. പിന്നെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ഓവർ ടൈം, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം, അതേപോലെ തന്നെ അത് നമ്മൾ മെച്ചുവർ ആകാം. പക്ഷെങ്കിൽ ഒരു ഡേ ടു ഡേയിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ഡെവലപ്മെന്റും മെച്ചുറേഷനും ഒക്കെ പേഴ്സണാലിറ്റിക്ക് ഉണ്ടാകും. പിന്നെ വരുന്നത് കൺസിസ്റ്റന്റ് ബട്ട് അഡാപ്റ്റബിൾ എന്നാണ് പറയുന്നത്. സോ കൺസിസ്റ്റന്റ് ബട്ട് അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ അതായത് വേരിയസ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ പേഴ്സണാലിറ്റി സിമിലർ ആയിരിക്കും. പക്ഷെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് പ്രെഡിക്ട്സ് ബിഹേവിയർ, അതായത് ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് എന്നതാണ് ബിഹേവിയർ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെ സംസാരിക്കുന്ന, പെട്ടെന്ന് എല്ലാവരുടെ ഇടപഴകുന്ന ഒരാളാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. സോ ആ ഒരാളെ അയാളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അയാൾ എല്ലാവരുടെ പെട്ടെന്ന് പോയിട്ട് സംസാരിക്കും, ഭയങ്കര സോഷ്യലി ഇൻവോൾവ് ആകും, അതാണ് അയാളുടെ ബിഹേവിയർ. സോ ആ ഒരു ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ പേഴ്സണാലിറ്റി അതിനെ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. സോ കുറച്ചുകൂടി ബയോളജിക്കൽ ബേസിലാണ് ഇത് പറയുന്നത്. അതായത് നമ്മുടെ ജീൻസ്, നമ്മുടെ ജെനറ്റിക്സും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട്, അതായത് നമ്മൾ വളരുന്ന എൻവയോൺമെന്റോ നമ്മുടെ ചുറ്റുപാടുകളോ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി പേഴ്സണാലിറ്റിയുടെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 കോമ്പണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലിജൻസ് ആൻഡ് ബിഹേവിയർ. സോ ഫസ്റ്റ് കോമ്പണന്റ് ഫിസിക്കൽ ആണ്. ഫിസിക്കൽ ആസ്പെക്ട് എന്ന് പറയുമ്പം ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നു, അതായത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മൾ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ അയാൾ എങ്ങനെ ഇരിക്കുന്നു, അതാണ് ഫിസിക്കൽ അപ്പിയറൻസ്. അതാണ് ഫിസിക്കൽ ട്രേറ്റിൽ വരുന്നത്, ഫിസിക്കൽ കോമ്പണന്റിൽ വരുന്നത്. അത് അയാളുടെ ഹൈറ്റ്, വെയിറ്റ്, കളർ, അതേപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഹെയർ,
പിന്നെന്തൊക്കെയാ അയാൾ നിൽക്കുന്ന രീതി, ഇരിക്കുന്ന രീതി, നമ്മുടെ പോസ്ചേഴ്സ്, അതൊക്കെയാണ് ഫിസിക്കൽ ട്രേറ്റിൽ വരുന്നത്. അപ്പം അത് അതായത് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റിനെ ഇന്നതാണ് ഫുള്ളായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇതിനെപ്പറ്റി ഈ പേഴ്സണാലിറ്റിനെ പറ്റി ഒരു വലിയ ധാരണ ഇല്ലാത്തൊരു കോമൺ മാൻ, ഒരു സാധാരണ ഒരാൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ അയാളിപ്പം എന്താ പറയുക, ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാകും. അയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാകും. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു എന്താ പറയുക ഫിസിക്കൽ കോമ്പണന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഇമോഷണൽ കോമ്പണന്റ് ആണ്. ഇമോഷണൽ കോമ്പണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫീലിങ്സും അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും ആണ്. ലൈക്ക് ഫിയർ, ആങ്കർ, ജലസി, ഗിൽറ്റ്, വറീസ്, ലവ്, അതൊക്കെയാണ് നമ്മുടെ ഇമോഷൻസിൽ വരുന്നത്. അപ്പൊ ആ ഒരു ഇമോഷൻസും അത് എങ്ങനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് ഇമോഷണൽ കോമ്പണന്റിൽ വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടീം നോക്കുക, ഒരു കമ്പനിയിൽ നോക്കുക, അല്ലെങ്കിൽ ഒരു ടീം വർക്കിൽ ഇപ്പോൾ ഒരാള് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാള് ആ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ സ്ട്രഗിൾ ചെയ്യും. ബിക്കോസ് ആ ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ലല്ലോ അയാൾക്ക്. അപ്പൊ അയാൾ അതിൽ വർക്ക് ചെയ്യാൻ അയാൾ സ്ട്രഗിൾ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയുക, എന്തൊക്കെ ടഫ് സിറ്റുവേഷൻ വന്നാലും ഭയങ്കര കാമായിട്ട്, അല്ലെങ്കിൽ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് കാമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഈസി ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് ഇമോഷണൽ കൺട്രോൾ ഉള്ള ഒരാളെ നമ്മളെപ്പോഴും ഒരു കാം ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടും, അതേപോലെ തന്നെ പുവർ കൺട്രോൾ ഉള്ള ഒരാളെ നമ്മൾ ഇൻസ്റ്റേബിൾ അല്ലെങ്കിൽ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട് പെട്ടെന്ന് ഒന്നും നോക്കാണ്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും നമ്മൾ അയാളുടെ ഒരു പേഴ്സണാലിറ്റിനെ നമ്മൾ ലേബിൾ ചെയ്യുന്നത്. പിന്നെ വരുന്ന കോമ്പണന്റ് ആണ് ഇന്റലിജൻസ്. സോ ഇന്റലിജൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയാ, നമ്മൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു നോളജിനെ അല്ലെങ്കിൽ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത്, അതായത് എത്ര ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെയൊക്കെ അയാൾ ബുദ്ധിപരമായിട്ട് അതിനെ സോൾവ് ചെയ്യുന്നത്, അയാളുടെ ഐഡിയാസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇന്റലിജൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എത്ര ക്ലിയർ ആയിട്ട് അയാൾ തിങ്ക് ചെയ്യുന്നു, എത്ര വൈസ് ആയിട്ട്, എത്ര എന്താ പറയുക ബുദ്ധിപരമായിട്ട് ഒരു സിറ്റുവേഷനെ നേരിടുന്ന. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷനൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കര കാം ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അപ്പം അങ്ങനെ എടുക്കുന്ന ഒരാളെ നമ്മൾ ഭയങ്കര ഇന്റലിജന്റ്, അതേപോലെ തന്നെ ഒരു കോൺഫിഡന്റ് പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കും നമ്മൾ അയാളെ കാണുക. സോ അതാണ് ഇന്റലിജൻസ് കോമ്പണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ബിഹേവിയർ. ലാസ്റ്റ് വരുന്നത് ബിഹേവിയർ ആണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു പുറമേ കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷനെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണോ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ, അയാൾ എക്സ്ട്രോവേർട്ട് ആണ് എന്ന് കാണിക്കുന്നത് അയാളുടെ ബിഹേവിയറിലൂടെയാണ്. അതായത് അയാൾ ഭയങ്കരമായിട്ട് ടോക്കറ്റീവ് ആവുന്നതും അയാൾ സോഷ്യലി പെട്ടെന്ന് എല്ലായിടത്തും സംസാരിക്കുന്നതും അതൊക്കെയാണ് അയാളുടെ പുറമേ കാണിക്കുന്ന ബിഹേവിയർ ആണ് അയാളുടെ പേഴ്സണാലിറ്റി ഇന്നതാണെന്ന് പറയുന്നത്. അതാണ് ബിഹേവിയറൽ കോമ്പണന്റ് കൊണ്ട് പറയുന്നത്. പ്ലസ് അതേപോലെ തന്നെ നമുക്ക് അത് നമ്മുടെ ഫീലിങ്സ് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് കൂടെ നമ്മൾ അതിൽ കണക്കാക്കണം. ഇപ്പൊ നമുക്ക് എന്ത് തോന്നിയാലും നമ്മുടെ സൊസൈറ്റിയിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിനനുസരിച്ചിട്ടാണ് ആ ഒരു എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ടാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ബിഹേവിയറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് ജെന്റിൽ, കൈൻഡ്, അഫെക്ഷനേറ്റ്, ബാലൻസ്ഡ്, അഗ്രസീവ്, റൂഡ്. ഇതൊക്കെയാണ് ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് ടേംസ് വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഭയങ്കര അഗ്രസീവും റൂഡും ആയിട്ടുള്ള ആളെ നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ അയാളെ കാണുക, അയാളുടെ പേഴ്സണാലിറ്റീനെ കാണുക. അതേപോലെ തന്നെ ഭയങ്കര ജെന്റിലും കൈൻഡും അഫെക്ഷനേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാൾ നമ്മൾ ഭയങ്കര ഒരു ഗുഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ടായിരിക്കും നമ്മൾ അയാളെ കാണുക. അപ്പൊ ഇത്രയേ ഉള്ളൂ പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പേഴ്സണാലിറ്റി ട്രേറ്റ്സും അതിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.